നമസ്കാരം. ശ്വേത മേനോൻ നല്ല ഒന്നാം തരം പണി അഭിനേതാക്കളുടെ സംഘടന അമ്മയ്ക്ക് കൊടുത്തിട്ടാണ് ആ ജനറൽ ബോഡി യോഗത്തിൽ നിന്ന് ഇറങ്ങി വന്നത്. നിങ്ങൾക്ക് ഓർമ്മയില്ലേ? ജനറൽ ബോഡി യോഗത്തിൽ കണക്ക് ചോദിക്കുകയും അൻസിബി അടക്കമുള്ള ആളുകളുടെ ഭൂതകാല അനുഭവങ്ങൾ പറയുകയും ഒടുവിൽ പ്രതിക്കൂട്ടിലായി സംഘടന ഒന്നാകെ ഭാരവാഹിത്വം ഒന്നാകെ ആ നേതൃത്വം മുഴുവൻ രാജിവെക്കുന്നതായി പറയുകയും ശ്വേത മേനോൻ പുറത്തിറങ്ങി മാധ്യമങ്ങളോടും രാജി പ്രഖ്യാപിക്കുകയും ഒക്കെ ചെയ്ത അലമ്പായ സാഹചര്യം നിങ്ങൾക്ക് ഓർമ്മയുണ്ടല്ലോ. അപ്പോൾ അതിനെക്കുറിച്ച് ഒരു വലിയൊരു പ്രതിസന്ധിയിലേക്ക് താരസംഘടനയെ തള്ളിവിട്ടിട്ടാണ് ശ്വേത മേനോൻ പോയതത്രേ. അതായത് ശ്വേത മേനോൻ രാജിയൊക്കെ പ്രഖ്യാപിച്ചെങ്കിലും രാജി ഔദ്യോഗികമായി കൊടുത്തിട്ടില്ലത്രേ. ഇതോടെ രമേഷ് പിഷാരടിയുടെ നേതൃത്വത്തിലുള്ള അഡ്ഹോക്ക് കമ്മിറ്റി ഒരു വൻ പ്രതിസന്ധിയിലേക്ക് അകപ്പെട്ടു. ഈ താരസംഘടനയും വലിയ പ്രതിസന്ധിയിലേക്ക് അകപ്പെട്ടു. ഇന്ന് അഡ്ഹോക്ക് കമ്മിറ്റി യോഗം ചേർന്നപ്പോഴാണ് ഈ വമ്പം പ്രതിസന്ധിയിലാണ്, വലിയൊരു കുരുക്കിലാണ് തങ്ങൾ ഇരിക്കുന്നത് എന്ന് അഡ്ഹോക്ക് കമ്മിറ്റിക്ക് ഒന്നാകെ ബോധ്യമായത്. ഇനി ഏതൊക്കെ മട്ടിലാണ് മലയാള സിനിമ അഭിനേതാക്കളുടെ സംഘടന മുന്നോട്ട് പോവുക? ശ്വേത മേനോൻ ഇറങ്ങി വന്നത് വെറുതെയല്ല, അവിടെ നല്ല പണി കൊടുത്തിട്ടാണ്. ഇനി അങ്ങോട്ടും അത് നേരിടേണ്ടി വരും. ഇതിനെങ്ങനെ മറികടക്കും എന്നതൊക്കെയുള്ള ചർച്ചകൾ നടക്കുന്നുണ്ട്. ഇന്നത്തെ മീറ്റിങ്ങിൻ്റെ ശേഷമുള്ള സാഹചര്യം എന്താണ് എന്ന് നിയമപ്രശ്നങ്ങളടക്കം ഉരുത്തിരിഞ്ഞ സാഹചര്യത്തിൽ ഒരു വീഡിയോയിലൂടെ കടന്നു പോകാം എന്ന് വിചാരിച്ചിട്ടാണ് വന്നത്. അഡ്ഹോക്ക് കമ്മിറ്റി രമേഷ് പിഷാരടിയുടെ നേതൃത്വത്തിൽ രൂപീകരിച്ചത് അമ്മയുടെ നിലവിലെ പ്രസിഡന്റ് ശ്വേത മേനോൻ്റെ നേതൃത്വത്തിലുള്ള സംഘം അല്ലെങ്കിൽ ഭരണസമിതി ഞങ്ങൾ രാജിവെക്കുന്നു എന്ന് പറഞ്ഞ് പ്രഖ്യാപിച്ചതോടു കൂടിയാണ്. അതിൻ്റെ പിന്നാലെ അഭിനേതാക്കളുടെ സംഘടന AMMയിലെ അംഗങ്ങൾ, ഈ ഭരണസമിതിയിൽ ഉണ്ടായിരുന്ന അംഗങ്ങൾ ഒന്നാകെ രാജിവെക്കുന്നതായി പ്രഖ്യാപിക്കുന്ന കാഴ്ചയും നമ്മൾ കണ്ടു. എന്നാൽ ഈ രാജി പ്രഖ്യാപനം വാക്കാലായിരുന്നു ആ യോഗത്തിൽ. അതിനുശേഷം രാജിക്കത്ത് മെയിലായി നൽകിയിട്ടില്ല. ഇത് ഉണ്ടാക്കുന്ന പ്രതിസന്ധിയാണ് ഇന്നത്തെ യോഗത്തിൽ നേതാക്കൾ അല്ലെങ്കിൽ അമ്മയുടെ പ്രസിഡന്റ് രാജിവെച്ചതിന് ശേഷം അഡ്ഹോക്ക് കമ്മിറ്റിയുടെ ചുമതലക്കാരനായ രമേഷ് പിഷാരടിയും അവരുടെ ഭരണസമിതി പുതിയതായി വന്ന ഈ അഡ്ഹോക്ക് കമ്മിറ്റി ഒന്നാകെയും നേരിട്ടത്. യോഗത്തിൽ മുൻ കമ്മിറ്റിയിലെ ജനറൽ സെക്രട്ടറി കുക്കു പരമേശ്വരൻ അഡ്ഹോക്ക് കമ്മിറ്റിയിൽ യോഗത്തിൽ വന്നിട്ട് ഈ കാര്യം പറഞ്ഞു. ഒരാളെ രാജിവെച്ചിട്ടില്ല, ശ്വേത മേനോനും രാജിവെച്ചിട്ടില്ല എന്നുള്ള കാര്യം ചൂണ്ടിക്കാണിച്ചു. എന്ന് മാത്രമല്ല, ഭാവിയിൽ ഉണ്ടാകാവുന്ന നിയമപരമായ വലിയ പ്രതിസന്ധി ഉണ്ട്. ഈ അഡ്ഹോക്ക് കമ്മിറ്റിയിൽ തന്നെ ശ്വേത മേനോന്റെ രാജി വെച്ചതായി പ്രഖ്യാപിച്ചതും ഔദ്യോഗികമായി വെക്കാത്തതുമായ സാഹചര്യം ഉണ്ടാക്കാനിടയുള്ള നിയമപരമായ പ്രതിസന്ധിയെക്കുറിച്ച് ചർച്ച ചെയ്തു. അഡ്ഹോക്ക് കമ്മിറ്റിയിൽ ഇത് സംബന്ധിച്ച് രണ്ട് വിഭാഗം ആയി ഈ അഭിപ്രായത്തിൽ ഉണ്ട്. ഒന്ന് ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ രാജി കിട്ടാത്തത് കൊണ്ടുള്ള സാങ്കേതിക പ്രശ്നം ഭാവിയിൽ നേരിട്ടേക്കാം എന്നുള്ള കാര്യം. രണ്ടാമത്തേത് അവർ ഔദ്യോഗികമായി പ്രഖ്യാപിച്ച കാര്യം. ആദ്യം നമുക്ക് ഈ യോഗത്തിൽ പ്രധാനമായി ഉയർന്നു വന്നത് ശ്വേത മേനോൻ രാജി വെച്ചിട്ടില്ല എന്നുള്ള കാര്യമാണ്. രാജി പ്രഖ്യാപിച്ചതേ ഉള്ളൂ, വെച്ചിട്ടില്ല എന്ന്. ഈ കാര്യം ഈ ഇന്നത്തെ യോഗത്തിന് ശേഷം മാധ്യമപ്രവർത്തകരോട് അഡ്ഹോക്ക് കമ്മിറ്റിയുടെ തലവൻ രമേഷ് പിഷാരടി വന്ന് പറഞ്ഞു. ശ്വേത അടക്കമുള്ള ആളുകളുടെ രാജി ഔദ്യോഗികമായി നമുക്ക് ലഭിച്ചിട്ടില്ല. കാരണം അവർ അങ്ങനെ പ്രഖ്യാപിച്ചുകൊണ്ട് ഇറങ്ങി പോവുകയാണ് ചെയ്തത്. ഇന്നാണ് ഞങ്ങൾക്ക് മെയിലിന്റെ ഉൾപ്പെടെയുള്ള ആക്സസ് കിട്ടിയത്. അപ്പോൾ ഈ മെയിലിൽ ഇങ്ങനെ ഒരു രാജിക്കത്ത് കിട്ടിയിട്ടുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ജനറൽ സെക്രട്ടറിയായ കുക്കു പരമേശ്വരൻ പറഞ്ഞത് ഇന്നലെ വരെ അത്തരത്തിലുള്ള ഒരു രാജിക്കത്ത് നമ്മുടെ കയ്യിൽ കിട്ടിയിട്ടില്ല എന്നുള്ളതാണ്. ഔദ്യോഗികമായി ഞങ്ങൾക്കും കിട്ടിയിട്ടില്ല, പക്ഷെ അവർ പ്രഖ്യാപിച്ച് പോവുകയാണ് ഉണ്ടായത്. ഔദ്യോഗിക രാജിക്കത്ത് ഇല്ല. അപ്പോൾ ശ്വേത മേനോൻ രാജി പ്രഖ്യാപിച്ച് ഇറങ്ങി പോകുമ്പം ഔദ്യോഗികമായി മാധ്യമങ്ങളോട് പറഞ്ഞിരുന്നത് ഞാൻ നിയമ നടപടിയിലേക്ക് കടക്കുകയാണ് എന്നാണ്. ആർക്കെതിരെ നിയമ നടപടി എന്നുള്ളതുണ്ട്. അത് നിലവിലെ നേതൃത്വം രാജിവെക്കാതെ ഒരു അഡ്ഹോക്ക് കമ്മിറ്റി അവിടെ സ്ഥാപിക്കപ്പെട്ടു. നിലവിലെ അഭിനേതാക്കളുടെ സംഘടന ഈ അമ്മയുടെ ഭാരവാഹിത്വത്തിലുണ്ടായിരുന്ന ശ്വേത മേനോന്റെ സംഘത്തിൽ നിന്ന് മാറ്റി അഡ്ഹോക്ക് കമ്മിറ്റിയെ സ്ഥാപിച്ചു. ആ നേതൃത്വം അങ്ങനെ കൊണ്ടുപോകുമ്പോൾ അവർക്കെതിരെ ഞങ്ങളുടെ ഈ തെരഞ്ഞെടുപ്പ് അവിടെ നിലനിൽക്കുന്നുണ്ട്, രാജിവെച്ചിട്ടില്ല, പ്രസിഡന്റ് രാജിവെച്ചിട്ടില്ല എന്നത് സംബന്ധിച്ച നിയമപരമായ നീക്കം ബൈലോ പ്രകാരം നടത്തിയാൽ അത് എങ്ങനെ നിലനിൽക്കും? നിലവിലെ അഡ്ഹോക്ക് കമ്മിറ്റി തന്നെ ഇല്ലാതായി പോകും. അപ്പോൾ ഈ പ്രതികാരവാഞ്ചയോടുകൂടി ശ്വേത മേനോൻ അങ്ങനെ ഒരു നിലപാടെടുക്കുമോ എന്നുള്ള ആശങ്ക രമേഷ് പിഷാരടിയുടെ ഈ പ്രതികരണത്തിലുണ്ട്. മാത്രമല്ല, ഭാവിയിൽ ഇതുണ്ടാക്കാനിടയുള്ള പ്രതിസന്ധിയുണ്ട്. ഇന്നത്തെ യോഗത്തിൽ അതുകൊണ്ട് തന്നെ ആരും രാജിവെച്ചിട്ടില്ല അല്ലെങ്കിൽ രാജിക്കത്ത് ഔദ്യോഗികമായി കിട്ടിയിട്ടില്ല, ശ്വേത മേനോന്റെ രാജിക്കത്ത് ഔദ്യോഗികമായി കിട്ടിയിട്ടില്ല എന്ന് അവിടെ സ്ഥിരീകരിക്കേണ്ടായി. അവരുടെ ഔദ്യോഗികമായ മെയിലിൽ ആ കാര്യം അറിയിച്ചിട്ടില്ല എന്ന് കുക്കു പരമേശ്വരൻ പറഞ്ഞതായി രമേഷ് പിഷാരടി വിശദീകരിച്ചിട്ടുണ്ട്. ഇമെയിലിന് ആക്സസ് ചെയ്യാൻ കിട്ടിയിട്ടില്ല. കുക്കു പരമേശ്വരൻ ഇപ്പോൾ പറയുമ്പോഴാണ് ഞങ്ങൾ അറിയുന്നത് രാജി ഇതുവരെ അയച്ചിട്ടില്ല. അതേസമയം മല്ലിക സുകുമാരൻ അയച്ചിട്ടുണ്ട്. അതുപോലെ ശ്രീമതി മല്ലിക സുകുമാരനും ലക്ഷ്മി പ്രിയയും രാജി ഇമെയിൽ അയച്ചിട്ടുണ്ട് എന്ന് കുക്കു പരമേശ്വരൻ പറഞ്ഞതാണ്. അങ്ങനെ ഔദ്യോഗികമായിട്ട് ഇതിനകത്ത് അയച്ചിട്ടില്ല. ഇതിൽ നിന്ന് വ്യത്യസ്തമായ അഭിപ്രായക്കാരുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് ഇന്ന് യോഗത്തിൽ പങ്കെടുത്ത അഡ്ഹോക്ക് കമ്മിറ്റി അംഗങ്ങളായ ഗണേഷ് കുമാറും സാദിഖും അടക്കമുള്ള ആളുകൾ പറയുന്നത് അത്തരമൊരു രാജിയുടെ ആവശ്യമില്ല. ജനറൽ ബോഡി യോഗത്തിൽ രാജി പ്രഖ്യാപിച്ചു.
പ്രഖ്യാപിച്ചിട്ട് അവർ മെമ്പർഷിപ്പും ഉപേക്ഷിച്ച് ഇറങ്ങി പോവുകയാണെന്ന് ഔദ്യോഗികമായി പറഞ്ഞു, മാധ്യമങ്ങളോടും പറഞ്ഞു. ഒരു ഇംഗ്ലീഷ് മാധ്യമത്തിന് പിറ്റേന്നാൾ പ്രത്യേകമായി അഭിമുഖം കൊടുത്തു പറഞ്ഞു, ഞാൻ ഇപ്പോൾ അമ്മയിലില്ല എന്ന് പറഞ്ഞു. ജനറൽ ബോഡിയിൽ ഒരാൾ രാജി സമർപ്പിച്ചാൽ അത് ജനറൽ ബോഡിയുടെ കീഴ്വഴക്കം അനുസരിച്ച് അത് അംഗീകരിക്കുകയാണ് വേണ്ടത്. അപ്പോൾ ഔദ്യോഗികമായ രാജിക്കത്തിന് എന്ത് പ്രസക്തിയാണ് എന്ന ചോദ്യമാണ് അവർ ഉന്നയിക്കുന്നത്. പക്ഷേ നിയമപരമായത് നിലനിൽക്കുമോ എന്നുള്ള ആശങ്ക രമേശ് പിഷാരടി ഉന്നയിക്കുമ്പോൾ തന്നെ ഈ പ്രഖ്യാപനം, ജനറൽ ബോഡിയിലെ പ്രഖ്യാപനത്തിന് നിയമപരമായ ബലമുണ്ട് എന്നാണ് അവർ പറയുന്നത്. ഗണേഷ് കുമാറും അക്കാര്യം ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ഒരു ചെക്കിൽ ഒപ്പിടേണ്ടത് പ്രസിഡന്റ്, സെക്രട്ടറി, ട്രഷററാണ്. പക്ഷേ ഒരു 3 പേരും, ട്രഷറർ ഇന്ത്യയിൽ അദ്ദേഹം വേണ്ടാന്ന് വെച്ച് പോയി. അദ്ദേഹം ആദ്യമേ പറഞ്ഞില്ല, അദ്ദേഹം സഹകരിപ്പിക്കുന്നില്ല. ഈ സഭയിൽ വന്നപ്പോൾ തന്നെ ഭൂരിപക്ഷത്തോടെ ഇത് അക്കൗണ്ട്സ് തള്ളി. കാരണം അക്കൗണ്ട്സ് പ്രോപ്പർ അല്ല എന്ന് മാത്രമല്ല, അക്കൗണ്ട്സിൽ 3 പേര്, പ്രസിഡന്റ്, സെക്രട്ടറി, ട്രഷറർ പറഞ്ഞു ഞാനിതിൽ ഒപ്പിട്ടിട്ടില്ല, ഞാനിതിന് ഉത്തരവാദിയല്ല എന്ന് അദ്ദേഹം പറയും കൂടെ ചെയ്തതോടുകൂടി ഈ അംഗങ്ങൾ അക്കൗണ്ട്സ് തള്ളി. അപ്പോൾ അക്കൗണ്ട്സ് തള്ളിയപ്പോൾ തന്നെ ഓഡിറ്ററും പറഞ്ഞ് ഞങ്ങൾ അക്കൗണ്ട്സ് കറക്റ്റ് അല്ല, പൂർണ്ണമല്ല എന്ന് സമ്മതിച്ചു അവിടെ വെച്ച് ജനറൽ ബോഡി. അപ്പോഴത്തന്നെ അതിൻ്റെ ആ സംഘടനയുടെ ഭൂരിപക്ഷം പോയി. ഭൂരിപക്ഷം പോയതിന് ശേഷം ഒരു അവിശ്വാസ പ്രമേയം വന്നു. അത് ചർച്ചയ്ക്ക് എടുക്കുന്നതിന് മുമ്പേ പ്രസിഡന്റ് പറയുന്നു ഞങ്ങൾ രാജിവെച്ച് 140ഓളം ആളുകൾ ഒപ്പിട്ട് ഒരു അവിശ്വാസ പ്രമേയം അവിടെ കൊണ്ടുവരാൻ. ഈ അവിശ്വാസ പ്രമേയം വരുന്നതിന് മുമ്പ് പ്രസിഡന്റ് പറഞ്ഞു ഞങ്ങൾ രാജിവെച്ചിരിക്കുന്നു, ഞങ്ങൾ ഒഴിയുന്നു എന്ന് പറഞ്ഞിറങ്ങി പുറത്ത് വന്ന് നിങ്ങളോട് എന്താണ് പറഞ്ഞത്? അതാണ് ഞങ്ങളെല്ലാവരും കുക്കു പരമേശ്വരൻ ഇന്ന് സംസാരിക്കുന്നവരെയും ഞങ്ങളെല്ലാവരും ശ്രീമതി മല്ലിക സുമാരൻ രാജി കൊടുത്തു എന്ന് പത്രക്കാരോട് പറഞ്ഞു. അതേപോലെ അവർ കൊടുത്തു. യഥാർത്ഥത്തിൽ AMMയിലെ പ്രധാന പ്രശ്നം നിലവിലെ രാജിവെക്കാതെ നിലനിൽക്കുന്നു എന്ന് പറയുന്ന ശ്വേതാ മേനോന്റെ പ്രസിഡന്റിന്റെ നേതൃത്വത്തിലുള്ള ഭരണസമിതിക്ക് എതിരായി വലിയ തോതിലുള്ള അലിഗേഷൻസ് ഉയർന്നു വന്നു. ഒന്ന് സാമ്പത്തികമാണ്, രണ്ടാമത്തേത് രാഷ്ട്രീയമാണ്. സാമ്പത്തിക ആരോപണത്തിൽ നിന്ന് പെട്ടെന്ന് രക്ഷപ്പെടാൻ കഴിയില്ല. കാരണം ട്രഷററുമായിട്ട് ആഭ്യന്തര ലഹളയിൽ തന്നെ ഏർപ്പെടുന്ന ഒരു ഭരണസമിതിയായി അവർ മാറിയിരുന്നു. അപ്പോൾ ട്രഷറർ ഏത് മട്ടിൽ ഇതിനെ സമീപിക്കും എന്നുള്ളത് അവരെ സംബന്ധിച്ച് പ്രധാനമാണ്. ഒപ്പം പ്രസിഡന്റിനെ സംബന്ധിച്ച് ഉത്തരവാദിത്തം പ്രസിഡന്റിലുമാണ്. അപ്പോൾ ഈ ചെലവഴിച്ച തുക, അത് സംബന്ധിച്ച വിനിമയം, അതിൻ്റെ രേഖ, ഇതൊക്കെ അന്നത്തെ യോഗത്തിൽ ഉയർന്നു വന്നു എന്നാണ് നമുക്ക് മാധ്യമങ്ങളിൽ നിന്നും ചില അംഗങ്ങളിൽ നിന്നും നടത്തിയ പ്രതികരണങ്ങളിൽ നിന്നും നമുക്ക് മനസ്സിലായത്. അതുകൊണ്ട് തന്നെ ക്രമക്കേട് ഒരു ഗൗരവത്തിലുള്ള ആക്ഷേപമായി നിലനിൽക്കുന്നുണ്ട്. ഈ ക്രമക്കേടിനെ പറ്റിയുള്ള രേഖകളൊക്കെ AMMയുടെ നേതൃത്വത്തിലാണ്, അല്ലെങ്കിൽ അവർക്ക് ആക്സസ് ഉള്ള മെയിലിലോ അല്ലെങ്കിൽ കമ്പ്യൂട്ടറിലോ ഒക്കെയാണ് ഉണ്ടാവുക ഈ രേഖകളെല്ലാം. അതുകൊണ്ട് തന്നെ ഇവർ ഉപേക്ഷിക്കാതെ ഔദ്യോഗികമായി രാജിവെക്കാതെ മുന്നോട്ട് പോകുമ്പോൾ അതൊന്നും ആക്സസ് ചെയ്യാൻ അഡ്ഹോക്ക് കമ്മിറ്റിക്ക് പറ്റുന്നില്ല. രമേശ് പിഷാരടി ഇന്ന് മാധ്യമങ്ങളോട് പറഞ്ഞതുപോലെ മെയിൽ എന്നെ കഷ്ടപ്പെട്ട് ഇന്ന് കിട്ടിയതേ ഉള്ളൂ എന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞത്. നേരത്തെയുള്ള കമ്മിറ്റിയിലെ ജനറൽ സെക്രട്ടറി കുക്കു പരമേശ്വരൻ അവരുടെ കൂടെ ഉണ്ട് എങ്കിലും ഏത് മട്ടിലാണ് ഈ യോഗത്തിൽ അല്ലെങ്കിൽ ഈ കമ്മിറ്റിയുമായി സഹകരിക്കുന്നതെന്ന് നമുക്ക് വ്യക്തവുമല്ല. അതുകൊണ്ട് തന്നെ അഡ്ഹോക്ക് കമ്മിറ്റിയോ പിന്നാലെ വരാനിടയുള്ള നേതൃത്വമോ ഈ മുൻ നേതൃത്വത്തെ, ഭാരവാഹികളെ എങ്ങനെയാണ് കൈകാര്യം ചെയ്യുക, ഈ ക്രമക്കേടുമായി ബന്ധപ്പെട്ട് നിയമപരമായ നടപടിയിലേക്ക് കടക്കുമോ എന്നൊക്കെയുള്ള ആശങ്ക ശ്വേതാ മേനോന്റെ നേതൃത്വത്തിലുള്ള മുൻ ഭാരവാഹികൾക്ക് ഉണ്ടാകാം. അതുകൊണ്ട് തന്നെ അതുമായി ബന്ധപ്പെട്ട് രാജിക്കത്ത് സ്ഥിരീകരിക്കുമ്പോൾ അതിലൊരു വ്യക്തത അവർക്ക് വേണ്ടതുണ്ട്. മാത്രമല്ല അങ്ങനെ ഒരു നടപടിയിലേക്ക് പോകാതിരിക്കുക എന്നുള്ള ഉറപ്പെങ്കിലും അവർക്ക് വേണ്ടതുണ്ട്. ചിലപ്പോൾ ആ ഉറപ്പിന് വേണ്ടിയായിരിക്കും നിയമപരമായി പ്രതിസന്ധി സൃഷ്ടിച്ചത് എന്നുള്ളതാണ്. രണ്ടാമത്തെ രാഷ്ട്രീയമാണ്. അത് ബാബുരാജ് ഉന്നയിച്ചു എന്ന് പറഞ്ഞാണ് BJPക്ക് വേണ്ടി ശ്വേതാ മേനോന്റെ നേതൃത്വത്തിൽ അമ്മയെ ഹൈജാക്ക് ചെയ്യാനുള്ള നീക്കം നടത്തി, സ്ഥാനാർത്ഥികളെ സപ്ലൈ ചെയ്തു, ഇത്തരത്തിലുള്ള പല വിധത്തിലുള്ള ആക്ഷേപം. അത് ആ മട്ടിൽ രാഷ്ട്രീയമായി നിലനിൽക്കുകയും ചെയ്യും. പക്ഷേ നിയമപരമായ ഒരു പ്രശ്നം ഗൗരവത്തിലുള്ളതാണ്. ഇനി അഡ്ഹോക്ക് കമ്മിറ്റി ഔദ്യോഗികമായി തീരുമാനങ്ങൾ എടുത്ത് മുന്നോട്ട് പോയാൽ ശ്വേതാ മേനോന്റെ നേതൃത്വത്തിൽ കോടതി നടപടികളിലേക്ക്, നിയമപരമായ നടപടികളിലേക്ക് നീങ്ങിയാൽ അത് ഈ താരസംഘടനയുടെ മൊത്തത്തിൽ ഉള്ള നിലനിൽപ്പിനെ ബാധിക്കും. അവരുടെ മുൻ ഭാരവാഹികളുടെ നീക്കം ഇവരുടെ നിലവിലെ നീക്കങ്ങളെ പ്രതിബന്ധമായി ബാധിക്കും. മാത്രമല്ല ഇനി വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിനെ തന്നെ ബാധിച്ചേക്കാം. കാരണം രാജിക്കത്ത് ഔദ്യോഗികമായി എഴുതി നൽകിയിട്ടില്ല എന്നുള്ള വാദം നമുക്കറിയാലോ. നിയമം തെളിവാണ് നിയമം ആവശ്യപ്പെടുന്നത്. അപ്പോൾ അങ്ങനെ ഒരു രേഖ ഇല്ലാത്തിടത്തോളം ചിലപ്പോൾ ശ്വേതാ മേനോന്റെ വാദം അവിടെ നിലനിന്നേക്കാം. വൈകാരികമായ ഒരു പ്രതികരണം യോഗത്തിൽ നടത്തി ഞങ്ങൾ ഇറങ്ങി വന്നാണ്, അല്ലാതെ ഞങ്ങൾ സംഘടന ഉപേക്ഷിച്ചിട്ടില്ല എന്ന്. അവർ അന്ന് ആവശ്യപ്പെട്ട 45 ദിവസം കഴിഞ്ഞിട്ടുമില്ല. അന്ന് അവർ അങ്ങനെ ആവശ്യപ്പെട്ട് രാജി പ്രഖ്യാപിച്ച് ഇറങ്ങി വന്നു എങ്കിലും ആവശ്യം അവിടെ നിലനിൽക്കുന്നു. രാജിക്കത്ത് നൽകിയിട്ടുമില്ല എന്നുള്ളൊരു വസ്തുതയുണ്ട്. അതുകൊണ്ട് അവരെ മാറ്റുന്നത്, അല്ലെങ്കിൽ അഡ്ഹോക്ക് കമ്മിറ്റി ഒരു തെരഞ്ഞെടുപ്പിലേക്ക് പോകുമ്പോൾ ശ്വേതാ മേനോന്റെ നേതൃത്വത്തിൽ നിയമ നടപടിയുമായി മുന്നോട്ട് പോയാൽ അത് വലിയ ഗുരുതരമായ പ്രതിസന്ധി ഈ സംഘടനയെ സംബന്ധിച്ച് ഉണ്ടാക്കും. ഒരുപക്ഷെ പുതിയൊരു സംഘടന തന്നെ രൂപീകരിക്കുന്ന രീതിയിലേക്ക് ഇത് മാറിയേക്കാനുള്ള സാഹചര്യവുമുണ്ട്. കാരണം സാങ്കേതികമായി, നിയമപരമായി ഒക്കെ പ്രതിസന്ധിയിലേക്ക് പോകുമ്പോൾ AMMയെ യോഗം കൂടാൻ പോലും പറ്റാത്ത വിധത്തിലേക്ക് മാറിയേക്കാം. അങ്ങനെ ശ്വേതാ മേനോൻ മുന്നോട്ട് പോയാൽ നിലവിലെ സാഹചര്യം അനുസരിച്ച് അവർക്ക് പിന്നിൽ വലിയൊരു ശക്തിയുണ്ട് എന്നുള്ള ആക്ഷേപങ്ങൾ വരുന്നുണ്ട്. രാഷ്ട്രീയമായ ശക്തിയുണ്ട്. അവർക്കൊപ്പം പ്രധാനപ്പെട്ട സൂപ്പർ താരം ഉൾപ്പെടെയുള്ള ജനപ്രതിനിധി അടക്കമുള്ള ആളുകൾ അവരുടെ പിന്നിലുണ്ട് എന്നുള്ള ആരോപണങ്ങൾ വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവർ അങ്ങനെ ഒരു നീക്കത്തിലേക്ക് കടന്നു
കടന്നുകൂടായികയുമില്ല. ആ സാഹചര്യത്തിലാണ് പുതിയ അഡ്ഹോക്ക് കമ്മിറ്റി യോഗം ചേരുന്നപ്പോൾ ഈ ഗൗരവമായ പ്രശ്നം രമേശ് പിഷാരടി അടക്കം ചൂണ്ടിക്കാണിക്കുന്നത്. അങ്ങനെ വരാനിടയുള്ള ഒരു പ്രതിസന്ധിക്ക് പരിഹാരമുണ്ടാക്കുക എന്നുള്ളത് പ്രാഥമികമായ കാര്യമാണ്. അതിനുശേഷം നമുക്ക് ഔദ്യോഗികമായ തീരുമാനങ്ങളിലേക്ക് കടക്കാമെന്നുള്ള ചർച്ച ഉയർന്നു വന്നിരിക്കാൻ ഉള്ള സാധ്യതയും ഈ ഒരു പ്രശ്നം മുന്നിൽ കണ്ടുകൊണ്ട് തന്നെ ആയിരിക്കണം. അതുകൊണ്ട് തന്നെ അങ്ങനെ അഡ്ഹോക്ക് കമ്മിറ്റി ഒരു ചർച്ചയിലേക്ക് കടക്കുകയാണെങ്കിൽ ശ്വേതാ മേനോന്റെ നേതൃത്വത്തിലുള്ള മുൻ ഭാരവാഹികൾ അവർക്ക് ഡിമാൻഡ് മുന്നോട്ട് വെക്കാം, ഞങ്ങൾക്കെതിരെയുള്ള മറ്റ് നടപടികൾ പാടില്ല എന്ന്. അത് സ്വീകരിക്കുകയും പിന്നെ സ്മൂത്തായി പോവുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടാകുകയും ചെയ്യാം. അല്ലാതെ ഉപാധികളില്ലാതെ പിന്മാറി രാജിവെച്ച് പോകാൻ ഒരുക്കമല്ല എന്നതായിരിക്കാം അവർ ഒന്നാമതായി ഉദ്ദേശിക്കുന്നത്. പിന്നെ രണ്ടാമത് നിയമ നടപടികളാണ്, അതെങ്ങനെ പോകുന്നുള്ളത് ഒരു ഭാഗത്ത്. മൂന്നാമതൊരു പ്രശ്നം കൂടിയുണ്ട്. ഈ തർക്കങ്ങളുടെയും വിവാദങ്ങളുടെയും ഒക്കെ തുടർച്ചയായിട്ട് ഈ പല ഭാരവാഹികളും, ലക്ഷ്മിപ്രിയ ഒപ്പം ടിനി ടോം, ശ്വേതാ മേനോൻ നേരിട്ട് പ്രത്യക്ഷത്തിൽ വന്നിട്ടില്ലെങ്കിലും ഇത്തരത്തിലുള്ള പല തരത്തിലും ആക്ഷേപങ്ങൾ ഉന്നയിച്ചതിൻ്റെയൊക്കെ പേരിൽ അപ്പുറത്ത് അൻസിബ നൽകിയ പരാതികളുടെ പേരിൽ നിയമ നടപടികളെ, പോലീസ് നടപടികളെ നേരിടേണ്ടി വരുന്നുണ്ട്. അതിൽ ടിനി ടോം അടക്കം ജാമ്യമില്ലാത്ത കേസിലേക്കാണ് ഉൾപ്പെടുന്നത്. ഒപ്പം ലക്ഷ്മിപ്രിയയുടെ വീഡിയോ സംബന്ധിച്ച പ്രചരണം, അപവാദ പ്രചരണം ഹൈക്കോടതിയിലേക്ക് അൻസിബ പോയിരിക്കുകയാണ്. അവിടുന്ന് വരുന്ന തീരുമാനങ്ങളും സുപ്രധാനമാണ്. ഇങ്ങനെ കലങ്ങി മറിഞ്ഞൊരു അന്തരീക്ഷത്തിലേക്ക് ഇവർ പോകും. അതിൻ്റെ തുടർച്ചയായിട്ട് അങ്ങനെ ഞങ്ങളൊക്കെ കുഴപ്പത്തിലായി, ഇങ്ങനെ ഒരു AMMA നടന്നു പോകണ്ട എന്നുള്ള ഒരു തീരുമാനത്തിലേക്ക് വരികയാണെങ്കിൽ അതിനനുസരിച്ചുള്ള മറ്റ് ഉപാധികളോടെയുള്ള ചർച്ച, പരിഹാര ഫോർമുലയിലേക്കൊക്കെ കടക്കേണ്ടി വരും. പക്ഷേ അതിനൊന്നും അൻസിബ അത്തരത്തിലുള്ള തീരുമാനങ്ങൾക്ക് വഴങ്ങാനുള്ള സാധ്യതയുമില്ല. അൾട്ടിമേറ്റായിട്ട് ശ്വേതാ മേനോൻ്റെ നേതൃത്വത്തിലുള്ള മുൻ ഭാരവാഹി സംഘം അങ്ങനെ എളുപ്പത്തിലൊന്നും വിട്ടുപോകില്ല എന്ന് പ്രഖ്യാപിക്കുന്ന തരത്തിലേക്കുള്ള സാഹചര്യമാണുള്ളത്. അവർ രാജിവെച്ചിട്ടില്ല, ഔദ്യോഗികമായി രാജിവെച്ചിട്ടില്ല എന്നുള്ള കാര്യം ഉണ്ട്. അങ്ങനെ അവർ ഉള്ളിൽ കരുതുന്നതുകൊണ്ടുകൂടിയായിരിക്കാം കുക്കു പരമേശ്വരൻ, അവരുടെ നേതൃത്വത്തിലുള്ള ഭാരവാഹി സംഘത്തിലുണ്ടായിരുന്ന കുക്കു പരമേശ്വരൻ അഡ്ഹോക്ക് കമ്മിറ്റിയിൽ ഈ കാര്യം മുന്നോട്ട് വെച്ചതും ഇന്ന് വരെ രാജിവെച്ചിട്ടില്ല, ഇനി എന്തായിരിക്കും എന്ന് പറയാൻ കഴിയില്ല എന്നുള്ള കാര്യം ചൂണ്ടിക്കാണിച്ചത്. മാത്രമല്ല അവർ പിന്നീട് നിയമ നടപടി എടുക്കുന്നു പറഞ്ഞു നിയമ നടപടിയിലേക്ക് കടന്നിട്ടില്ല. മറ്റൊന്ന്, മാധ്യമങ്ങളിലൂടെ പോലും ഇത് സംബന്ധിച്ച വിശദാംശങ്ങളുമായി പ്രതികരണങ്ങളുമായി രംഗത്ത് വന്നിട്ടില്ല. ആകെ ലക്ഷ്മിപ്രിയയാണ് ഇത് സംബന്ധിച്ച പ്രതികരണങ്ങളിൽ മറ്റു രീതിയിലുള്ള അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ചീത്ത വിളിക്കൊക്കെ ഇറങ്ങിയിരിക്കുന്നത്. അത് അൻസിബയെ പ്രതിക്കൂട്ടിലായിക്കൊണ്ടുള്ള മറ്റൊരു കാര്യത്തിനാണ്. പക്ഷേ AMMAയിലെ ഈ സംഘടനാപരമായ തർക്കത്തിൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനത്തിലേക്ക് എത്തിയിട്ടില്ല. അൾട്ടിമേറ്റായിട്ട് ഇന്ന് അഡ്ഹോക്ക് കമ്മിറ്റി യോഗം ചേരുന്നതിൻ്റെ ഒരു ഫലം എന്ന് പറയുന്നത് ശ്വേതാ മേനോൻ രാജിവെച്ചിട്ടില്ല. അതുകൊണ്ട് അഡ്ഹോക്ക് കമ്മിറ്റി എങ്ങനെ മുന്നോട്ട് പോകണം എന്നത് സംബന്ധിച്ചൊരു അന്തിമ തീരുമാനമില്ല. നിയമപരമായി പ്രതിസന്ധി വരുമോ എന്നുള്ള ആശങ്ക. അതേസമയം അവർ യോഗത്തിൽ പ്രഖ്യാപിച്ചത് നിയമപരമായി നിൽക്കും എന്നുള്ള മറ്റൊരു വാദം. എല്ലാത്തിനും ഒടുവിൽ ഏകീകരിക്കപ്പെട്ടൊരു തീരുമാനത്തിലേക്ക് എത്തിയിട്ടില്ല എന്ന് വേണം കരുതാൻ. എന്തായാലും തുടർ ആലോചനകൾ AMMAയുടെ നേതൃത്വത്തിൽ വരും എന്ന് നമുക്ക് കരുതാം. ഈ രാജിക്കത്ത് ഔദ്യോഗികമാക്കുന്നതിന് വേണ്ടിയുള്ള നടപടികളിലേക്കായിരിക്കും പ്രധാനപ്പെട്ട സ്വാധീനമുള്ള അഭിനേതാക്കൾ കടക്കുക എന്നുള്ളതാണ്. അതിൻ്റെ തുടർച്ചയായിട്ട് ശ്വേതാ മേനോൻ എന്ത് നിലപാടെടുക്കുന്നു എന്നത് സംബന്ധിച്ച് ആയിരിക്കും തുടർന്ന് അഡ്ഹോക്ക് കമ്മിറ്റിയുടെ തന്നെ ഭാവി. കാത്തിരുന്ന് കാണാം. നന്ദി, നമസ്കാരം.